ഹായ്. നമ്മുടെ എക്സാമിനേഷൻ നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ നീറ്റിനൊരു 700+ മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇവർ നടത്തിയ ലാസ്റ്റ് ഫ്യൂ എക്സാംസ് നീറ്റ് മോഡൽ ടൈപ്പ് ആയിരുന്നു. അപ്പം അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്യൂ മോഡറേറ്റ് ലെവൽ അങ്ങനെ ആയിരുന്നു പൊതുവേ അതിൻ്റെ പാറ്റേൺ. അപ്പോൾ അതിലൊക്കെ ഒരു 700+ കണ്ടിന്യൂസ് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ചെറിയ ഹോപ്പ് വന്നു. നമ്മുടെ സ്കൂളിംഗ് പഠനം ദുബായിലായിരുന്നു പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പഠന രീതികളും എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ നമ്മൾ ഈവൻ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് അല്ലെങ്കിൽ മെഡിക്കൽ ബാച്ച് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ബ്രില്യൻറ്റിൻ്റെ പഠന രീതികളും അവിടുത്തെ ആ ടീച്ചേഴ്സിൻ്റെ ഒരു പഠനോപാധികളും അതുപോലെ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെയും എല്ലാവരും ഒരു പഠന രീതികളാണ് നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്തിച്ചത്. ആ രീതികൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മുടെ ദുബായിലെയും കേരളത്തിലെയും? ആദ്യം നാട്ടിലോട്ട് വന്നപ്പോൾ വിചാരിച്ചു വലിയ ഡിഫറൻസ് ഉണ്ടെന്ന്. പക്ഷേ ചാവറിൽ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഡിഫറൻസ് തോന്നിയില്ലായിരുന്നു. അവിടുത്തെ ടീച്ചിങ് സ്റ്റൈലും പിന്നെ ജനറൽ ആംബിയൻസ് ഒക്കെ നോക്കുമ്പോൾ പൊതുവെ അവിടെ തന്നെ ഒരു UAE പഠിച്ചതിന് നല്ല ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻ്റെ ടീച്ചിങ് സ്റ്റൈൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ആവുന്നതിന് ഓൺലൈൻ വീഡിയോസിലൂടെ ആയിരുന്നു, റെക്കോർഡ് വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സിന് നമ്മുടെ ഇവിടുത്തെ പ്രൊഫസേഴ്സിന് പറഞ്ഞാൽ ഒരു അടിപൊളിയാണല്ലോ. ലൈക്ക് അവരുടെ ടീച്ചിങ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി. ഫസ്റ്റ് തന്നെ ലൈക്ക് ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോട് ഒരു അപ്രോച്ച് എടുക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇതുവരെ ഉണ്ടായ 10th വരെയുള്ള പഠനം. നമ്മുടെ ബ്രില്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ പഠനത്തിന് അല്ലെ അവരുടെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിൽ ക്ലാസ് ടീച്ചർ വഹിക്കുന്ന പങ്ക് എത്രമാത്രം നമ്മുടെ ഒരു റിസൾട്ട് അല്ലെ 700+ നമ്മൾ എത്തിയപ്പോൾ ആ റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് എത്രമാത്രം നമ്മളെ സഹായിച്ചു? ഞാൻ ബ്രില്യനിൽ ആർട്ട് ആൻഡ് ബാച്ചിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, റിപ്പീറ്റ് ചെയ്യുന്ന ഇയർ. എൻ്റെ ക്ലാസ് ടീച്ചർ ധന്യ മിസ്സാണ്. സോ മിസ് ത്രൂ ഔട്ട് ദ ഇയർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നല്ല സപ്പോർട്ടായിരുന്നു മിസ്സിൻ്റെ. എപ്പം മാർക്ക് കുറഞ്ഞോ ഇല്ലെങ്കിൽ വിഷമമുണ്ടെങ്കിലോ ചിലപ്പം വാർഡനായിട്ടും എനിക്ക് മിസ്സിനായിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. മിസ്സിൻ്റെ സപ്പോർട്ടായിരുന്നു ഈ ലാസ്റ്റ് ഫ്യൂ എക്സാമിനേഷൻസ് എസ്പെഷ്യലി. എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഈ നീറ്റ് മോഡൽ തുടങ്ങുന്ന മുമ്പ്. പക്ഷേ മിസ് തന്ന അഡ്വൈസിനോട് എനിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രില്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന വീക്കെൻഡിൽ നടക്കുന്ന എക്സാമുകൾ, ആ എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എത്രമാത്രം നമ്മുടെ റിസൾട്ടുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്? വീക്ക്ലി നടത്തുന്ന എക്സാംസിന് റിസൾട്ട് അനൗൺസ് ആക്കാൻ വേണ്ടി ഡയറക്ടേഴ്സ് യൂഷ്വലി വരാറുണ്ട്. അപ്പോൾ സർ അന്നേരം ടോപ്പ് റാങ്കിൽ വരുന്ന പിള്ളേർക്ക് ക്യാഷ് പ്രൈസ് അങ്ങനെ കൊടുത്തിട്ട് എൻകറേജ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. പിന്നെ സാറ് മാർക്ക് കുറഞ്ഞാലും സാറ് പറയായിരുന്നു ലൈക്ക് നമുക്ക് ഇനം മേടിക്കാം. സാറിൻ്റെ കണ്ണിൽ എല്ലാം സ്റ്റുഡൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമുക്ക് ഈ 700+ മാർക്കിലേക്ക് എത്തുമ്പോൾ ആ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ സഹായിച്ച ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ ലൈബ്രറി, നമ്മുടെ ഹോസ്റ്റൽ, നമ്മുടെ ഫ്രണ്ട്സ്. ഈ ഒരു ഫാക്ടേഴ്സിനെ ഒഴിവാക്കി നമുക്ക് ഒരിക്കലും ഒരു വർഷം ഈ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഈ റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിൽ ഈ ഫാക്ടേഴ്സൊക്കെ എത്രമാത്രം നമ്മളെ സഹായിച്ചിട്ടുണ്ട്? എൻ്റെ ഹോസ്റ്റൽ മാരിഗോൾഡിലത്തെ സ്റ്റഡി എൻവയറൻമെൻ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഈ വർഷം എനിക്കിപ്പം ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അവിടുത്തെ ഒരു എൻവയറൻമെൻറ്റിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടാണ് എന്ന് ഞാൻ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞാൽ എൻ്റെ റൂംമേറ്റ്സ് ആയിക്കോട്ടെ പിന്നെ ബാക്കി ഫ്ലോറിലത്തെ സ്റ്റുഡൻസും എല്ലാവരും അവരത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടായ ബാച്ച്മേറ്റ്സ് എല്ലാവരും. സോ ഈ ഒരു ഡെഡിക്കേഷനിലൂടെ നമുക്ക് നല്ലൊരു എൻകറേജ്മെൻ്റ് ആണ്. കോമ്പറ്റീഷനും അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. ലൈക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്ക് ലൈക്ക് തമ്മിൽ മോട്ടിവേറ്റ് ചെയ്യാം കോൺസ്റ്റൻ്റ്ലി. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. പിന്നെ മാർക്ക് കുറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം ടീച്ചേഴ്സിനോടും സംസാരിക്കാം. പക്ഷേ ചിലപ്പം ലൈക്ക് ഇപ്പോൾ റൂംമേറ്റ്സിനോട് ആരുടെയും സംസാരിക്കും നമുക്ക് കുറച്ചുകൂടി ലൈക്ക് ഒരു ഇൻസൈറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതിൽ. അപ്പോൾ അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രില്യൻറ്റ് പിന്നെ ലൈബ്രറി, അവിടെ ഉണ്ടായ റെഫറൻസ് മെറ്റീരിയൽ അതൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ലെക്ചർ നോട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഉണ്ട് ഇഷ്ടംപോലെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം ഞാൻ ആ വീഡിയോ റെഫർ ചെയ്ത് അതിലൂടെ മനസ്സിലാക്കാൻ നോക്കും. ഇപ്പം ലാസ്റ്റ് ഈ മോഡൽ എക്സാംസിന് സമയമാകുമ്പോൾ
ആ ടോപ്പിക്ക് ലൈക്ക് ഫുള്ളി അതിനെ തിരക്കി ബാക്കിൽ പോകുന്ന പകരം ആ ഡൗട്ട് ഓൺ ദ സ്പോട്ട് എനിക്ക് വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതെനിക്ക് ഏറ്റവും നല്ലൊരു ഫാക്ടറായി തോന്നുന്നു. പിന്നെ ബാക്കി കാര്യം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ മാരിഗോൾഡ് ആയിരുന്നു എൻ്റെ. അത് ക്യാമ്പസിന് അടുത്തായിരുന്നു. അപ്പം എനിക്ക് സമയം ഒത്തിരി ലാഭിക്കും, ഞാൻ സേവ് ആക്കിയ പോലെ തോന്നുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന നീറ്റ് ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പം ഉള്ള സിലബസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് പ്രിസൈസാണ്. പഠിക്കാനുള്ള ബുക്സ് നമുക്കറിയാം. പിന്നെ ആ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫുള്ളി ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടും പിന്നെ +1 +2 ടോപ്പിക്സ് ഈക്വലി ഇമ്പോർട്ടൻസോടെ കൊണ്ടുപോകുന്നതും, പിന്നെ ഇപ്പം ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും അവർ തരുന്ന ബാക്കി റെഫറൻസ് മെറ്റീരിയൽസിനൊക്കെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.